മനുഷ്യ വന്യജീവി പോരാട്ടം ഇടുക്കി ജില്ലയിൽ വ്യാപകമാകുന്നതായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ. വന്യമൃഗങ്ങളെ കാട്ടിൽ നിർത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ജില്ലയിൽ ദൈനംദിനം മരണനിരക്ക് ഉയരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ UNDP ഫണ്ട് നേടുന്നതിനായി ഇടുക്കി ജില്ലയെ വനമാക്കി മാറ്റുന്നതിനുള്ള കുൽസിത നീക്കങ്ങളാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ശാശ്വത പരിഹാരം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വന്യമൃഗങ്ങളുടെ ശല്യം മൂലം സാധാരണ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുട്ടികൾക്ക് ഭയന്നിട്ട് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് ഇടുക്കി ജില്ല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും വന്യമൃഗ മനുഷ്യ സംഘർഷം ഇല്ലാതാക്കുന്നതിനാവശ്യമായ നടപടികൾ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഗവൺമെന്റ് തലത്തിൽ, അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചക്കുളത്തിൽ പോരാട്ടം നടത്താതെ തന്നെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഇതിനോടകം തന്നെ ധാരാളം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു. ആദ്യം അരിക്കൊമ്പനായിരുന്നു, പിന്നീട് ചില്ലിക്കൊമ്പനായി, പിന്നീട് മുറിവാലിനായി. ഇങ്ങനെ ദൈനംദിനം മരണത്തിന്റെ റേഷ്യോ ഉയരുന്നതല്ലാതെ ഈ കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇതുവരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. കാട് മൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കും വാസയോഗ്യമാക്കാനുള്ള സ്ഥിര സംവിധാനമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ഒരുപക്ഷെ പല കാരണങ്ങളും പറയാനുണ്ടാകും. വനത്തിൽ വന്യമൃഗങ്ങൾ ശരിയായ രീതിയിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അതിനെന്താണ് പരിഹാരം? അവിടെ ചെറിയ മരങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച്, മേടുകളൊക്കെ വച്ച് പിടിപ്പിച്ച്, ആവശ്യമുള്ള സ്ഥലത്ത്, വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലത്ത് വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് മൃഗങ്ങളെ നിശ്ചയമായും കാട്ടിൽ തന്നെ നിലനിർത്തുന്നതിന് എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിയുന്നത്, ആ നടപടികളെല്ലാം സ്വീകരിച്ചുകൊണ്ട് കാട്ടിലേക്ക് മനുഷ്യൻ കടക്കുന്നില്ല, മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. അതിനുള്ള ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നില്ലെങ്കിൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കടക്കേണ്ടി വരും.